അമ്മച്ചിനെ നമുക്ക് നോക്കാം. നമുക്ക് പോയിട്ട് അടുക്കളയിലൊക്കെ നോക്കാം. ഗൃഹഭരണം വീണ്ടും മരുമക്കളുടെ നിയന്ത്രണത്തിലായതോടെ ഹോം നേഴ്സ് പുറത്തേക്ക്. അമ്മച്ചിയെ കാര്യം എങ്ങനെയുണ്ട് അമ്മച്ചി? ഓ, ഒരു കാലിന്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നേക്കുന്നു. എത്ര നാളായിട്ടാ നിന്നെയൊക്കെ ഇങ്ങോട്ടൊന്ന് കണ്ടിട്ട്. ഈ വീണ അമ്മച്ചിയെ ഇട്ടേച്ച് നീ പോയതല്ലേ? ഫാനിടാൻ മേലെ ചൂടിനി. അതിപ്പോ ഞാൻ എഴുന്നേറ്റിട്ടേ കാല് കുത്തി നടക്കുമ്പോ എനിക്ക് വേദന എടുക്കുമല്ലോ ഒന്നുകൊണ്ടാ. നിന്നെ ഒരു വലിയ സ്നേഹം. അമ്മച്ചി കാലിപ്പോ? കാലിന് ബാൻഡേജ് അടിച്ചു. പക്ഷെ കുറച്ചും കൂടി കാലിങ്ങനെ വെച്ചിട്ട് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അല്ല, നീ ഇപ്പൊ ആരെക്കാണാൻ ഇങ്ങോട്ട് വന്നേ? ഞാൻ എന്റെ അമ്മച്ചില്ലേ വന്നേ. എന്നിട്ട് ഇത്ര നാളെ നീ എവിടെയായിരുന്നു? അമ്മച്ചിനെ നോക്കാൻ ഇവിടെ ഒരാളുണ്ടെന്ന് പറയുന്നേട്ടല്ല. അതെയോ? എവിടെ അമ്മച്ചി? അതാരാ നിന്നോട് പറഞ്ഞേ? അതൊക്കെ ഞാൻ അറിയും. എങ്ങനെ അറിഞ്ഞു? അതെല്ലാം ഞാൻ അറിഞ്ഞു അമ്മച്ചി. അപ്പൊ അത് ശരി, അമ്മച്ചിയെ കാണാൻ വന്നതല്ല. കയ്യിൽ നേരെ വെച്ച ഞാൻ തരാം. ആളുണ്ടെന്ന് അറിഞ്ഞോണ്ട് വന്നതാ അല്ലേ? കുറച്ച് വെള്ളം വേണമായിരുന്നു. വെള്ളം ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഏതായാലും വന്നതല്ലേ, വെള്ളം തരാം. അമ്മച്ചിയെ കുറച്ച് വെള്ളം കുടിപ്പിച്ചതല്ലേ. ഇവിടെ ആരും ഇല്ലേ? നിന്റെ കെട്ടിയോളം ചെയ്താ? അവള് ജോലിക്ക് പോയി. പിള്ളേരോ? പിള്ളേര് സ്കൂളിലും പോയി. പിള്ളേരൊക്കെ അമ്മച്ചി കണ്ടിട്ട് എത്ര നാളായി. ഇങ്ങോട്ടൊന്നും ഇടയ്ക്ക് പറഞ്ഞു വിടാൻ പാടില്ലേ? നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ പ്രായമാവുക വിചാരിച്ചോ. നിങ്ങളുടെ മക്കളെ ഇങ്ങോട്ടൊക്കെ വിട്ടിട്ട് എന്റെ കാലും കൈയൊക്കെ അവര് തിരുമ്മി തരണം. അങ്ങനെ പഠിപ്പിച്ചാലേ ആ കൊച്ചുങ്ങൾ നിങ്ങൾക്ക് വയസ്സാകുമ്പോ നിങ്ങളെ നോക്കുള്ളൂ. പഴുത്തപ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കും. ഇങ്ങോട്ട് നോക്ക്. പഴുത്തപ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കും. പക്ഷെ ഇതന്നെയാ നിങ്ങൾക്കും വരുന്ന അനുഭവം. നീ ആരെയാടാ ഈ കൂടെ എത്തി നോക്കുന്നേ? വെള്ളം വേണമായിരുന്നു അമ്മച്ചി. ആണല്ലോ, വെള്ളം ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞ അമ്മച്ചി. വെള്ളം. മീനുവേ, മീനു മീനു പേര് പഠിച്ചോ? ചിരിയപ്പോഴാ കാല് കാണിക്കേണ്ടത്. ഇനിയിപ്പോ ഇത് 2 ആഴ്ച കഴിഞ്ഞ് കാണിക്കാനാ പറഞ്ഞത്. ഇപ്പൊ വേദന ഉണ്ടാ? ചെറിയൊരു വേദനയാടാ. അമ്മച്ചി പറ. നിന്റെ വണ്ടി എന്തിയാടാ? നീ നടന്നു വന്നിട്ടല്ലേ ഇത്ര പരവേശം? വണ്ടി എന്ത് വർക്ക്ഷോപ്പിൽ വെച്ചിട്ടല്ല അമ്മച്ചി. എന്ത് പറ്റി? ഒന്നും പറയണ്ട, എപ്പോഴും ഇതന്നെയാ. അതെയോ? നിനക്ക് എപ്പോഴും ഇതിനേ നേരമുള്ളോ? അതൊന്നും പറഞ്ഞ ഒരുപാടുണ്ട് അമ്മച്ചി പറയാൻ. എപ്പോഴും നീ ആ ചെക്കന് വണ്ടി ഓടിക്കാൻ കൊടുത്തിട്ടല്ലേ, ചെക്കൻ കൊണ്ടുപോയിട്ടല്ലേ അത് എപ്പോഴും കേടാക്കി വെക്കുന്നേ. അവിടെ കുത്തി ഇവിടെ കുത്തി. അവനെ കുറച്ചുകൂടെ തിരക്കാനോ? പിന്നെ കേൾക്കാം. ഞാൻ ഇടക്കിടക്ക് വരാൻ. ചോറിട്ട് പോകണോ? സമയമില്ല അമ്മച്ചി, മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഇടക്കിടക്ക് ഞാൻ വരാം. അമ്മച്ചിക്ക് വർത്താനം പറഞ്ഞ് കൊതി തീർന്നില്ലടാ. സമയം അമ്മച്ചി, പിന്നെ വരാം. ഇടക്കിടക്ക് ഞാൻ വരാം. അമ്മച്ചിയുടെ ഒറ്റയ്ക്ക് സമാധാനത്തിലിരിക്കും. ഈ ഗ്ലാസ് അവിടെ വെക്കട്ടെ. ഓ, മീനൊക്കെ പണിത്തിരക്കിലാണോ? ഇതാണ് അമ്മച്ചിയുടെ മോൻ. അമ്മച്ചി പറഞ്ഞായിരുന്നു. നല്ല പേരാട്ടോ മീൻ. കാണാൻ സുന്ദരിയാണ്. പിന്നെ എങ്ങനെ അമ്മയുടെ ഒന്നിച്ച് ചോദിച്ചു പോവാ? കുഴപ്പമില്ല. 2 മാസം നിൽക്കാന്ന് പറഞ്ഞേ. ഓക്കെ. എനിക്ക് കാശ് വല്ല ആവശ്യമുണ്ടോ? അല്ലേ വേണ്ട, എൻ്റെ അടുത്ത് ചില്ലറ കുറവാ. ഒരു കാര്യം ചെയ്യാം, എൻ്റെ നമ്പർ എടുത്ത് വെച്ചു. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. നമ്പർ തന്നെ 9007029227. ഞാൻ വിളിക്കാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. ഗൂഗിൾ പേ ചെയ്താൽ മതി പൈസ. ഓക്കെ, എന്നാ ശരി. സുന്ദരിയാട്ടോ. അമ്മച്ചി. ടോമിച്ചനോ? നിന്നെ ഇങ്ങോട്ട് കണ്ടിട്ട് കുറെ ദിവസമായല്ലോടാ. കാല് കുറവുണ്ട് ഇപ്പോ. കുറവുണ്ടെന്നാലും കാല് കുത്തി നടക്കാനൊന്നും ആയില്ല. എന്റെ അമ്മച്ചി വിശേഷം പറ. എന്ത് വിശേഷം? നീയൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് എത്ര ദിവസമായി? തിരക്കല്ലേ അമ്മച്ചി, എപ്പോഴും തിരക്കാം. എന്തോന്ന് തിരക്കടാ? പെമ്പറന്നോത്തിയുടെ വാലെ തൂങ്ങി ജോലിയില്ലാതെ വെക്കാം അമ്മച്ചി, ഞാൻ കുറച്ച് തടവി തരാം. അല്ല, പെമ്പറന്നോത്തിയുടെ വാലെ തൂങ്ങി ജോലിയും കൂലിയില്ലാതെ നടക്കുന്നത് നിനക്കൊക്കെ എന്തോന്ന് തിരക്കാന്നായി പറയുന്നടാ. എപ്പോഴും ഓരോന്നുണ്ടാവും. ആരോടാ പറയുന്നേ? പിള്ളേരെന്തിയടാ?
പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. അവരെ ഇങ്ങോട്ട് കൂട്ടായിരുന്നില്ലേ? ആ, ഒരു ദിവസം കൂട്ടിട്ട് വരാം. ഞാൻ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരുമല്ലോ. അവരെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ട് വിടാം. ഞാൻ വരും, ഇടക്കിടക്ക് ഞാനും വരും. അതെയോ? അതിന്റെ ശരിക്കും കുറച്ച് വെള്ളം വേണമായിരുന്നു. നല്ല മഴയെല്ലാം വെച്ച് നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഭയങ്കര മഴ. എന്റെ കയ്യിലൊന്നും പിടിക്കാതെ നീ എങ്ങോട്ടാണ് ഓടിപ്പോയകത്തോട്ട് കയറിപ്പോയത്? നിന്റെയൊക്കെ വരവിന്റെ ഉദ്ദേശം എന്താണോ ആവോ? അമ്മച്ചിയുടെ കയ്യാലൊന്ന് പിടിച്ചോണ്ട് പോകാനുള്ള വലിയ സ്നേഹപ്രകടനമൊക്കെ ആയിരുന്നല്ലോ. എന്നിട്ട് എന്നടാ ഉള്ളിലേക്ക് ഓടിക്കയറിപ്പോയത്? ആ, നീ ഇവിടെ വന്നിരുന്നോ? നിന്റെ ഓട്ടം കണ്ടപ്പോൾ ഞാൻ ഓർത്തല്ലോ നീ എങ്ങോട്ടാ ഈ പാഞ്ഞു വെട്ടി ഓടുന്നതെന്ന്. ചായക്ക് സമയമായല്ലോ, ഞാൻ 2 ഗ്ലാസ് ചായ വെച്ചോട്ടോ. ഇനിയിപ്പോൾ എന്തിനാ വെള്ളം കുടിക്കുന്നത്? ഞാൻ അവളോട് 2 ഗ്ലാസ് ചായ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ, ഇന്ന് രാവിലെ അമ്മയും വന്നത്. ആ, ഇപ്പം എൻ്റെ ആമക്കൾക്ക് 2 പേർക്ക് മാറി മാറി വരാറായല്ലോ. ആ, അത് ശരി. ഇപ്പോഴാണോ ഈ ആഗ്രഹം ഉണ്ടായത്? ആ, അതെ അതെ. ഇതുവരെ ഈ ആഗ്രഹം ഒന്നും കണ്ടില്ലല്ലോ. ആണല്ലോ. ഓ, ആ സമയമായില്ലേ? ഞാൻ ആരാ വിളിച്ചേ? ഒരു മീറ്റിംഗ് ഉണ്ടാ മെച്ചതാ. ഓ, 2 മക്കൾക്കും വന്നപാടെ നടന്നുപോയി. പിന്നല്ലോ. ആ, വാച്ചൊന്നുമില്ല. നമുക്ക് ചായ ഒക്കെ പറഞ്ഞിട്ടാ. ആ, പറഞ്ഞിട്ടുണ്ടായി. ചായ ഞാൻ നോക്കിട്ട് വരട്ടെ. ആ, പിന്നെ മീനും സമയമല്ലേ ചായ വെക്കാൻ. അമ്മച്ചിക്ക് ചായ വെക്കട്ടെ. ഇതാരും പോയില്ലേ? ഷർട്ട് മാറ്റിയോ ഇത്ര വേഗം? ഓ, ഇത് എനിക്കറിയില്ലേ. അമ്മച്ചിക്ക് ഞങ്ങൾ 2 ഇരട്ടകളാ. എന്റെ മറുക കണ്ടോ? ഇതാ ഞങ്ങൾ തിരിച്ചറിയാനുള്ള ഏക മാർഗം. ഓ, നിനക്കത് അറിയില്ലായിരുന്നോ? ആ, ഇനിയെങ്കിലും ഇതാ മറുക നോക്കിക്കോട്ടാ. ആ, ഈ 2 ദിവസം കഴിച്ച് ഞാൻ വരാം. നമ്പർ വേണമെങ്കിൽ എടുത്ത് വെച്ചു. എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിക്കാലോ. 7306395714. ആവശ്യമായിട്ട് വിളിച്ചോ. 2 ദിവസം കഴിച്ച് ഞാൻ വരാം കേട്ടാ. നാളെ മറ്റന്നാൾ വരും. ഓക്കെ എന്നാ. ആ, പിന്നൊരു കാര്യം മീനും, തൊമ്മിച്ചിനധികം അടുപ്പിക്കൊന്നും വേണ്ട കേട്ടാ. അവനെ കുറച്ച് സൂക്ഷിച്ചോ. അധികം അടുത്ത് കളിക്കാനൊന്നും പോണ്ട. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണേ. ഓക്കെ എന്നാ. കാണാം. 2 ദിവസം കഴിച്ച് കാണാം കേട്ടാ. സുന്ദരിയ. ആ, ഞാനൊന്ന് ഏഴമ്മ ചേച്ചിയുടെ വീട് വരെ പോകണ്ടിരുന്നു. ഞാൻ വീട്ടിലെത്തിയിട്ട് തിരിച്ചു വിളിക്കാം. ആ, ഏഴമ്മ ചേച്ചി ഇതൊന്നും കാണുന്നില്ലല്ലോ. കാലിൻ്റെ സുഖമായാ? കുറച്ച് നടക്കാൻ തുടങ്ങിയല്ലേ? ഓ, ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. മീനും എടുക്കുവാൻ. ആ, മീനും അപ്പുറം ചായ വെക്കുന്നുണ്ട്. താഴോട്ട് പോകുന്നുണ്ട്. മോൻ പോയ പുറകെ പോകുന്നുണ്ടായിനി. അതല്ലേ, നമുക്ക് കാടിയിൽ പോണായിരുന്നു. ആ, അതെ. മക്കൾ 2 ഇപ്പൊ മാറി മാറി വരാൻ തുടങ്ങിയ പിന്നെ മീനുവിന്റെ കുറച്ചൊരു സ്വഭാവം ഒരു മയത്തിൽ വരുന്നുണ്ട്. ആ, ഞാനും അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതിലെന്തോ ഒരു തട്ടിപ്പിന്റെ തലപ്പില്ല. അങ്ങനെ മക്കള് വന്ന് ഇങ്ങനെ കളിക്കുമ്പോ അവരോട് നല്ല കൂടുമ്പോ ഇവിടെ ലക്ഷം പിടിച്ച് നിൽക്കുകയും ചെയ്യാം. അയാള് മോളെ മക്കളെ വിളിച്ച് നിങ്ങൾ പറയുന്ന പറഞ്ഞു നമ്മള് വന്ന് നോക്കിയിട്ട് പിന്നെ എന്തെങ്കിലും കാര്യം മോശമാവും. അതുകൊണ്ട് ശ്രദ്ധിച്ചോന്ന് പറയാം. ഇവരോട് വരാൻ പറയും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റൂല. നമ്മളെ മക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെയും വിശ്വസിക്കാൻ പറ്റൂല. അവരിപ്പില്ലേ ഓള് വന്നെന്ന് പറഞ്ഞ പിന്നെ എപ്പോഴും കൂടെ കൂടെ വരുന്നു. ഞാനും വിചാരിക്കുന്നുണ്ട് എന്താ ഇവരിപ്പോ അമ്മച്ചിന് വേണ്ടാത്തവരല്ലേ ഇപ്പൊ കൂടെ കൂടെ ഇവിടെ കയറി കിടക്കുന്നത്. ചേച്ചിക്കൊന്നും വിചാരിക്കാനൊന്നുമില്ല. എന്നാലും കുറച്ചൊരു അകലം പാലിക്കുന്ന പോലെ ശ്രദ്ധിച്ചാലും നല്ലതാണ്. അതുകൊണ്ട് ഞാൻ അല്ല ചന്ദ്രിക പറഞ്ഞതിൽ ഞാനൊന്നും വിചാരിക്കൂല. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എൻ്റെ കാലൊന്ന് നല്ലോണം കുത്തി നടക്കാനും പറ്റണ്ടേ എന്നൊന്നും പണിയെടുക്കണമെങ്കിൽ അവളുമാരോട്ട് വന്ന് നിൽക്കുന്നുമില്ല. ആ ഒരവസ്ഥ കൊണ്ടാണ് ഞാൻ ഇതെല്ലാം കണ്ണടച്ച് വെച്ചേക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈയിടെയായിട്ട് ഓക്കിത്തിരി ഇളക്കം കൂടുതലുണ്ട്. അല്ലേ? ഒരുക്കവും ഇളക്കവും ഒക്കെ കൂടുതലാണ് അവന്മാര് വരാൻ തുടങ്ങിയ പിന്നെ. ആ, കുഴപ്പമില്ല. പറഞ്ഞതിന് കുഴപ്പമില്ലപ്പാ. ആ, ചായ വെച്ചിട്ടുണ്ട്, കുടിച്ചിട്ട് പോവാം. പിന്നെ മതി. ഹലോ, മോളിക്കുട്ടിയല്ലേ? ഞാൻ ചന്ദ്രേച്ചിയാ. ആ, ഞാൻ ഏലമട്ടീച്ചടുത്ത് ഇടക്കിടക്ക് പോകാറുണ്ട്. ആങ്ങളമാരെല്ലാം ഇപ്പം ഭയങ്കര ഇതാണ്, സ്നേഹവും കളിയും. കോൺവേഴ്സ് വന്നേ പിന്നെയാണ് കൂടുതൽ. എല്ലാം കുറച്ചൊന്നും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് നാത്തൂന്മാരോട് പറഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പുറത്തുള്ളവരെല്ലാം എന്തെല്ലോ സംശയം പറയാൻ തുടങ്ങി. കാശ് തരാമെന്നെല്ലാം പറഞ്ഞവർ ഭയങ്കര ഷോപ്പിങ്ങെല്ലാമാണ്.
അപ്പോൾ അമ്മച്ചിയോട് ഭയങ്കര കൂട്ടായി. ഓർണേഴ്സിനെ കൈമലെടുക്കാൻ എനിക്ക് തന്ത്രമെന്നാണ് തോന്നുന്നു. അത് നാത്തൂന്മാരോട് വിളിച്ച് പറഞ്ഞേ നിങ്ങൾ വന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കാര്യം കുറച്ച് വഷളാവുന്നു. ഞാൻ നിന്നോടൊന്ന് പറഞ്ഞൊന്നേ ഇല്ലൂ, പറഞ്ഞിട്ടൊന്നും അറിയിപ്പിച്ചേ. പിന്നെ എല്ലാവരും കൂടി മൊത്തത്തിലായിട്ടൊന്നും മാറണ്ട. ആ വെച്ചോ. ഹലോ, ഷേർലിയാണോടി? ആ, തൊമ്മച്ചൻ എന്ത് ചെയ്യടി? അവിടെ ഉണ്ടോ? അല്ല, അവിടെ ഇല്ലാത്ത സമയം മൊത്തം ഇപ്പം ഇവിടെയാ. അമ്മച്ചീരൊക്കെ കാണുന്നുണ്ടേ. നിങ്ങൾക്ക് എത്ര നാളായി ഇങ്ങോട്ടൊന്ന് കയറിയിട്ട്? നിങ്ങൾക്ക് അമ്മച്ചിയെ വേണ്ട, അവന്മാരെ വിളിച്ചോണ്ട് നിങ്ങളങ്ങ് പോയി. ഇപ്പോൾ ഇവിടെ ഈ ഹോം നേഴ്സിനെ വെച്ചാൽ പിന്നെ ഇല്ലേ, ഇവന്മാരെങ്ങനെയോ അറിഞ്ഞിട്ട് എൻ്റെ 2 ആൺമക്കളും ഇപ്പോൾ മത്സരിച്ചാൽ ഇവിടെ കയറി ഇറങ്ങുന്നത്. അമ്മച്ചിയുടെ കാല് തിരുമുന്നു, അമ്മച്ചിക്ക് ചായ എടുത്ത് തരുന്നു, അമ്മച്ചിക്ക് വെള്ളം കൊണ്ട് തരുന്നു. എന്തൊരു സ്നേഹപ്രകടനമാ! എന്നാടി നിങ്ങളൊന്നും അവന്മാർക്ക് സ്നേഹം കൊടുക്കുന്നില്ലയോ? അവന്മാരിപ്പോൾ സ്നേഹം തേടി ഇങ്ങോട്ട് വരുവാണല്ലോ കൂടെ. ഇച്ചിരി മുമ്പ് ഇവിടെ ചന്ദ്രേച്ചി വന്നായിരുന്നു. ചന്ദ്രേച്ചിയും പറഞ്ഞു ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പോരാഞ്ഞിട്ട് നാട്ടുകാരും പറഞ്ഞു തുടങ്ങിയെന്നാ പറഞ്ഞു. നിങ്ങൾ എങ്ങനെയെങ്കിലും തീരുമാനിച്ചോ? എൻ്റെ കാലൊന്ന് ശരിയാകുന്നവരെ എങ്ങനെയെങ്കിലുമൊക്കെ എനിക്കൊന്ന് പിടിച്ച് നിൽക്കണ്ടേ? ഒരാളില്ലാതെ പറ്റിയല്ലോ, കഞ്ഞിയും വെള്ളവും കുടിക്കണ്ടേ? അതുകൊണ്ടല്ലേ. നിങ്ങൾക്ക് വേണേ നിങ്ങളുടെ കെട്ടിയവന്മാരെ അവിടെ പിടിച്ച് നിർത്തിക്കോ. ഇല്ല പിന്നെ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്നെ ഒന്നും പറ, അമ്മച്ചിയെ പഴി പറഞ്ഞേക്കണ്ട. ഇനി അമ്മച്ചിക്ക് ആ പഴിയും കൂടെ കേൾക്കാൻ പറ്റിയാലോ, കേട്ടല്ലോ. വത്സമയല്ലോടി, നീ എന്നാടുക്കുവാ? പിള്ളേരൊക്കെ എന്തിയേ? ആ, നിന്റെ ടോമിച്ചനവിടെ ഉണ്ടോടി? അല്ല, അവിടെ ഇല്ലെങ്കിൽ മിക്കവാറും ഇവിടെ തന്നെയാ. ഞാനിതൊക്കെ കാണുന്നുണ്ടേ. അമ്മച്ചിയെ വേണ്ടെന്ന് പറഞ്ഞ് പോയവന്മാരൊക്കെ ഇപ്പം ഇവിടെ ഒരു ഹോം നേഴ്സ് ഉണ്ടെന്ന് കണ്ടപ്പം പാര അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റുന്നുണ്ടേ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. കെട്ടിയവന്മാർ കൈവിട്ട് പോകാതെ നോക്കിക്കോണം കേട്ടോ. അമ്മച്ചിയെ നോക്കാൻ കഴിയലാഞ്ഞിട്ട് ചാടിത്തുള്ളി അങ്ങ് പോയി. ഇനിയിപ്പോൾ കെട്ടിയവന്മാരുടെ പിടിവിട്ട് പോകാതെ ഒന്ന് നോക്കിയാൽ നല്ലതാ. ചന്ദ്രേച്ചി വന്നായിരുന്നേ ലേശം മുമ്പേ. അപ്പോൾ ചന്ദ്രേച്ചി പറഞ്ഞു നാട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഈ അമ്മച്ചി ഒന്നങ്ങ് വിളിച്ചെന്നേ ഉള്ളേ. നിങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും വിളിക്കത്തില്ലെങ്കിൽ അമ്മച്ചിക്ക് അങ്ങോട്ട് വിളിക്കാലോ. അതുകൊണ്ടാണ് കേട്ടോ. വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ കെട്ടിയവന്മാരെ പിടിവിട്ട് പോകാതെ. ആ, എന്നാ ആയിക്കോട്ടെ, നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പം വാ. അമ്മച്ചി ഫോണ് വെക്കുക. നീയായി പറഞ്ഞു കേട്ടോ ഹോം നേഴ്സ് അല്ലേ? നിന്നെ കണ്ടാലും ആണുങ്ങൾ ചുറ്റി പറ്റും. ഇങ്ങനെയാണോടി ഒരു വീട്ടിൽ ഹോം നേഴ്സ് ജോലിക്ക് നിൽക്കുന്ന വേഷം? വലിയ ജിമിക്ക് കമ്മലും ലിപ്സ്റ്റിക്കും പളവളാ മിന്നുന്ന ഉടുപ്പും. പെണ്ണുങ്ങളായാലേ ഒരടക്കം ഒതുക്കമൊക്കെ നിൽക്കണം വേറെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ. അവിടുത്തെ ആണുങ്ങളെ കണ്ണും കയ്യും കാണിച്ച് വശീകരിക്കത്തക്ക വിധത്തിൽ വലിയ മോഡിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടാണോ വീട്ടിൽ നിൽക്കുന്നത്? കൊള്ളാം. വെറുതെ അല്ല അവന്മാരിവിടെ ചുറ്റിപ്പറ്റുന്നെന്ന് ഞാൻ അറിഞ്ഞത്. മീനു, മീനു, നീ എങ്ങനെ ഇവിടെ എത്തി? ആ, ഞാനിന്ന് വന്നു. എന്താ ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ വന്ന കാര്യം? ഞാൻ അമ്മച്ചിനെ കാണാൻ വന്നതാ. ആ, അമ്മച്ചിനെ കാണാൻ വരുന്ന വരവാ. ഞാൻ അറിഞ്ഞു. എന്നോട് ചന്ദ്രേച്ചിയും പറഞ്ഞു, അയലക്കത്തുള്ള എല്ലാരും പറഞ്ഞു. നിങ്ങൾ കൂടെ ഇങ്ങോട്ട് അമ്മച്ചിയെ കാണാൻ വരുന്ന വിവരം നാട്ടിൽ പാട്ടായിട്ടുണ്ട്. അതാ ഞാനിങ്ങ് പോന്നെ. ഞാൻ മാത്രമല്ല, ടോമിച്ചന്റെ വൈഫ് കൊണ്ട് വന്നിട്ട് ഞങ്ങൾ ഒത്തിങ്ങ പോന്നു. നിങ്ങളുടെ കളി ഇനി ഇവിടെ നടക്കൂല കേട്ടാ. ഞങ്ങളുടെ അമ്മച്ചിയെ ഞങ്ങളങ്ങ് നോക്കിക്കോളൂ. അമ്മച്ചി എന്നാ ഞാൻ പോന്ന്. ഇനിയിപ്പോൾ അമ്മച്ചിക്ക് മരുമക്കളൊക്കെ ആയില്ലേ, 2 മരുമക്കൾ വന്നില്ലേ. ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമില്ലല്ലോ. മരുമക്കൾ വന്നപ്പോൾ ഞാൻ ഔട്ടായി. ആ, അതെ, ഞങ്ങൾക്കറിയാം നീ അമ്മച്ചിയെ നോക്കിയ വിശേഷമൊക്കെ. മോളിച്ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു തരോ ഫ്രൂട്ട്സ് വേണം, ഹോർലിക്സ് വേണം, ബദാം വേണം, പിന്നെന്തൊക്കെയാ. അതന്നെ അവൾ അഹങ്കാരം നോക്കുന്നിട്ട്. ആ, തിന്നിട്ട് കൊടുത്തതാ. നോക്ക വെളുത്തെന്താ കൊടുത്തിനി. വരുമ്പോ ഇങ്ങനെയായിരുന്നില്ലോ, മെലിഞ്ഞുണങ്ങി വന്നതാന്ന് പറഞ്ഞേ. ഇതൊക്കെ നോക്കി കണ്ട് വെക്കണ്ടേ? വീട്ടിൽ കയറ്റി വെക്കുമ്പോ ഇതുപോലെയുള്ള സാധനത്തിനെയൊക്കെ വിളിച്ച് വെക്കാതെ നോക്കണ്ടേ? അതെ, അവളെ പൈസ കൊടുത്ത് അവളെ ക്ലിയർ ആക്കാം. ആ, മോളിച്ചേച്ചി ഉണ്ടല്ലോ, പിന്നെ ആരോ വിളിച്ച് പറഞ്ഞിട്ട് ഏർപ്പാടാക്കി വിട്ടതാണ്.
അവള് പോട്ട് നമുക്ക് അഹങ്കാരി. നമ്മുടെ അമ്മച്ചീനെ. അതന്നെ നമുക്ക് നോക്കാം. അതെ, നമുക്ക് നോക്കാം. നീ വെക്കോ, നിന്റെ പൈസയും ഞങ്ങൾ കണക്ക് തീർത്ത് അങ്ങോട്ട് ഗൂഗിൾ പേ അയച്ചു തന്നേക്കും കേട്ടാ. ഇനി ഇവിടെ ഇങ്ങനത്തെ സേവനമേ ആവശ്യമില്ല. അതെ. പിന്നെ ഒരു കാര്യം നീ ഓർത്തോ, ഇനി ചെല്ലുന്ന വീടുകളിലായാലും നീ അവിടുത്തെ ആണുങ്ങളെ വശപ്പെടുത്തി എടുക്കാൻ നോക്കാം. നോക്കിക്കോ, നിങ്ങളെ പാടാ, ഞാൻ പോകുന്നു. ആ ഇപ്പൊ എന്താ ഇങ്ങോട്ട് പോരാൻ തോന്നിയേ? ആ അപ്പൊ വേണമെങ്കിൽ വരാം അല്ലേ? അമ്മച്ചിയെ നോക്കാറുമായി. അപ്പൊ അവനവന്റെ കെട്ടിയോനെ മറ്റുള്ളവർ അടിച്ചോണ്ട് പോകുന്നു തോന്നിയപ്പോ നിനക്കൊക്കെ അമ്മച്ചിയുടെ അടുത്ത് വരാറായി അല്ലേ? അങ്ങനെ വഴിക്ക് വാ. എന്നാ പിന്നെ ഇങ്ങനെ പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോടി മക്കളെ? അമ്മച്ചി നിങ്ങളോട് എന്നാ ദ്രോഹം ചെയ്തിട്ടാ? എന്നാ പിന്നെ ഇവിടെ തന്നെ സ്നേഹമായിട്ടങ്ങ് നിന്നാ പോരായിരുന്നോ? പോട്ടെ പോട്ടെ, ജീവിതമല്ലേ, അങ്ങനെ പലതും സംഭവിക്കും. അമ്മച്ചി അങ്ങ് ക്ഷമിച്ചേക്കാം കേട്ടോ. നീ സന്തോഷമായിട്ട് ഈ വീട്ടിലങ്ങ് നിന്നോ. നിങ്ങൾക്കും മക്കളില്ലേ? ഇതൊരു ഗുണപാഠമായിരിക്കട്ടെ നിങ്ങൾക്കും. നിങ്ങളുടെ മക്കൾ വളർന്ന് പെണ്ണ് കെട്ടിക്കൊണ്ടെന്ന് കഴിയുമ്പം അവന്മാരെയും കയ്യെ പിടിച്ചോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേ അവസ്ഥയാണ് വരുന്നതെന്നങ്ങ് ചിന്തിച്ചോ കേട്ടോ. അപ്പം നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നതാണ് നിങ്ങളുടെ മക്കൾ കണ്ടു വളരുന്നതേ. അതുകൊണ്ട് നല്ലത് കാണിച്ചു കൊടുത്ത മക്കളെ വളർത്ത്. അപ്പം നിങ്ങൾക്ക് തിരിച്ച് നല്ലത് കിട്ടും. ഞങ്ങൾ പിന്നെ അമ്മച്ചിയോട് പലതും ചെയ്തു, ഞങ്ങൾ അത്ര ചിന്തിച്ചില്ല കേട്ടോ. ഞങ്ങൾക്ക് ചെറുപ്പമല്ലേ അമ്മച്ചി, കുറേ ജീവിത അനുഭവത്തിന്റെ പരിചയക്കുറവുണ്ടല്ലോ. അങ്ങനെ അങ്ങ് ചെയ്തതാന്ന് അമ്മച്ചി കൂട്ടിയാൽ മതി അല്ലേ? അതെ, നമുക്ക് തന്നെ നോക്കാം. അമ്മച്ചിക്ക് നമ്മളോട് ക്ഷമിക്കാനാവുമല്ലോ. ഏതായാലും മക്കളല്ലേ ഞങ്ങള്. നിന്നോടും കൂടെയാ, ഇവളോട് മാത്രമല്ല. നീ ഒന്ന് ചാടിത്തുള്ളി പോയല്ലോ എന്റെ മകനെ കയ്യെ പിടിച്ചോണ്ട്. എന്നിട്ടിപ്പൊ എന്തായി? വല്ലവളുമാരും വന്നു കൂടെ കൂടെ നിന്റെയൊക്കെ കെട്ടിയോൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോ നാട്ടുകാരും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം നിനക്കൊക്കെ നൊന്തു അല്ലേ? വിളിച്ചായിരിക്കും അമേരിക്കന്ന് അവള് മോളിക്കുട്ടി എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ വിളിച്ച് അവളുമാരോട് നല്ലതിരുണ്ട് പറയുന്നുണ്ട് എന്നുള്ളത്. നോക്കിയും കണ്ടുമൊക്കെ ജീവിച്ച അവനവന് കൊള്ളാം. അല്ലെങ്കിൽ ഉള്ള സ്വത്തും മുതലും ഒക്കെ കൂടി അടിച്ചെടുത്ത് കൂട്ടത്തിൽ നിന്റെയൊക്കെ കെട്ടിയന്മാരെയും കൂടി അടിച്ചെടുത്തോട്ട് കൊണ്ട് ഇവളുമാരങ്ങ് പോകും കേട്ടോ. അപ്പം നിന്റെ കെട്ടിയവന്റെ അപ്പൻ, എന്റെ കെട്ടിയവൻ സമ്പാദിച്ചതെല്ലാം വല്ല അവളുമാരെ അടിച്ചെടുത്തോണ്ട് പോകും. പെണ്ണുങ്ങളായാലേ ജീവിതത്തിൽ കുറച്ച് സഹനമൊക്കെ ആവശ്യമാണ്. അമ്മച്ചിയുടെ കൂടി ഇവിടെ അങ്ങോട്ട് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ പോരായോ? ഇവിടെ അപ്പച്ചനില്ല, അപ്പച്ചനെ നോക്കണ്ട. ഇവിടെ നാത്തൂമാരില്ല പോര് കുത്താനായിട്ട്. ആകെ ഒരു നാത്തൂനേ ഉള്ളൂ. അവൾ അങ്ങ് അമേരിക്കയിൽ കിടന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. നിനക്കൊക്കെ വല്ല ആവശ്യമുണ്ടേ അമ്മച്ചിയുടെ കാര്യം നോക്കാൻ പൈസ ഇനി മുടക്കാൻ കഴിയാലെന്നിട്ടാണ് അവളോട് പറഞ്ഞാൽ പോരെ? നിങ്ങൾ 3 മക്കളും കൂടെ യോജിച്ച് അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ വല്ല പ്രശ്നമുണ്ടോ? അമ്മച്ചിക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഈ വയസ്സാം കാലത്ത് അമ്മച്ചിയെ ഇങ്ങനെ വിഷമിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അമ്മച്ചിക്ക് നമ്മളോട് ക്ഷമിക്കാനാവുമല്ലോ. ഏതായാലും മക്കളല്ലേ ഞങ്ങള്. അതന്നെ, ഒരു പഴഞ്ചൊല്ലില്ലേ, അവനവനെ ഇരിക്കേണ്ടടുത്ത് അവനവനെ ഇരുന്നിട്ടില്ലെങ്കിൽ അവിടെ എന്തോ കേറിയിരിക്കുന്ന ഒരു പഴഞ്ചൊല്ലില്ലേ? അതിപ്പോ ഇവിടെ നടപ്പായി. ഇതുപോലെ എല്ലാ വീടുകളിലും അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരുന്നാൽ സമാധാനമായിട്ട് കഴിയാൻ പറ്റും. ഇപ്പോഴെങ്കിലും ഈ ബോധമൊക്കെ വന്നത് നന്നായി കേട്ടോ. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അമ്മച്ചിയുടെ കണ്ണടയോളം എൻ്റെ ആമക്കള് 2 ഇവിടെ അമ്മച്ചിയുടെ കൂടെ ആമക്കളും കൊച്ചുമക്കളും നിങ്ങൾ മരുമക്കളല്ല, എൻ്റെ മക്കൾ തന്നെയാണ്. ഞാൻ എൻ്റെ മോളിക്കുട്ടിയെ പോലെ തന്നെയാണ് നിന്നെയൊക്കെ കാണുന്നത് കേട്ടോടി. അപ്പം അതിനനുസരിച്ച് നമുക്ക് സന്തോഷമായിട്ട് അങ്ങ് ജീവിച്ച് തീർക്കാം മക്കളെ. ഈ ഭൂമിയിലെ ജീവിതമെല്ലാം നിമിഷം നേരത്തേനെ ഉള്ളെന്ന് എപ്പം ദൈവം വിളിച്ചാലും നമ്മൾ അങ്ങ് പോകണം. അതിനിടയ്ക്ക് എന്തിനാ ഈ കണ്ടുമുട്ടുന്ന ഇത്തിരി സമയത്ത് തല്ലും പിടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കുന്നത്? നമുക്കങ്ങ് സ്നേഹിക്കാവുന്നേ, മനസ്സറിഞ്ഞ് സ്നേഹിക്കാം. സ്നേഹിച്ച് ജീവിച്ച് ദൈവം വിളിക്കുന്ന സമയത്ത് നമുക്കങ്ങ് പോകാം. അതല്ലേ നല്ലത്? അല്ലയോടി? അപ്പോൾ ഓക്കെ, നമുക്ക് സ്നേഹിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം കേട്ടോ. അതുകൊണ്ട് ഇനി നമ്മളെ അമ്മച്ചിനെ നമുക്ക് നോക്കാം. അതെ, അപ്പൊ നമ്മൾ അറിയാൻ ഇച്ചിരി വൈകി പോയിന്നേ ഉള്ളൂ. നമ്മുടെ അമ്മച്ചിക്കും നമുക്കും, നമ്മുടെ അമ്മച്ചി ഉള്ളിടത്തോളം കാലം നമുക്കിവിടെ സമാധാനമായിട്ടും സന്തോഷമായിട്ടും അമ്മച്ചിയോടൊത്തങ്ങ് കഴിയാം അല്ലേ? അങ്ങനെ അമ്മച്ചിയുടെ ആൺമക്കൾ കൂടെ വീട്ടിലേക്ക് സന്ദർശനം നടത്തുന്ന വിവരമറിഞ്ഞ മരുമക്കൾ അകത്തേക്കും മരുമക്കൾ വന്നപ്പോൾ ഹോം നേഴ്സ് പുറത്തേക്കും.